സാറേ, ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റ് തെന്നി വീണു, തലയിടിച്ചു മരിച്ചു, ക്ലീൻ. പമ്പത്തിന്റെ ജയിച്ചു എന്നുള്ള രീതിയിൽ പുള്ളി തന്നെ ജയ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്? പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ടാണ്. പോസിറ്റീവായിട്ട് കണ്ട് എനിക്ക് അത് മാറ്റിയെടുക്കുന്നത് നേരെ ഓപ്പോസിറ്റായിട്ട് മാറി. അതൊരു വിൽ പവർ. നമ്മൾ എന്തെങ്കിലും ഒരാൾ പറഞ്ഞാൽ മടി ചമ്മൽ വരും, അതില്ലാതെ പേര് വരും. ഇന്ത്യയുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതായത് ഷോ നടന്ന സമയത്ത് അപ്പോൾ ഒരുപാട് സപ്പോർട്ട് ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാവും അത് സപ്പോർട്ട്? അദ്ദേഹത്തോടുള്ള സ്നേഹമുണ്ട്. കാരണം നാടിന് തന്നെ അഭിമാനമല്ലേ. ഒരു റീൽ പ്ലെയർ ആയിട്ട് തന്നെ കളിച്ചായിട്ടല്ലേ അതെ അതെ. ജിൻഡോ ചേട്ടൻ ലൈഫിൽ ബേസിക്കലി പാവമാണ്. ചേച്ചി മോഡലിംഗ് രംഗത്തൊക്കെ ഉള്ളതാണ്. അപ്പോൾ ജിൻഡോ ചേട്ടൻ ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ചേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനായിട്ട്? എന്നെ ഒരുപാട് ജിൻഡോ ചേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ ബോഡിയിൽ കുറേ ഫ്രാക്ചർ ഒക്കെ കഴിഞ്ഞ ബോഡി ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എനിക്ക് എല്ലാ ജിമ്മിലും പോകുന്നത് അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ അന്ന് അവിടെ പോയിക്കൊണ്ടിരുന്നത്. എനിക്കപ്പോൾ നല്ല പ്രൊപ്പോർഷനേറ്റ് സ്ട്രക്ചർ ആവുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു. സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകരോടും വളരെ നന്ദി മാത്രമേ പറയൂ. ബിക്കോസ് അർഹതയുള്ളവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതിലെല്ലാവരും അർഹതയുള്ളവർ തന്നെയാണ്. പക്ഷേ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ അതൊരു മൈൻഡ് ഗെയിമാണ്. ജസ്റ്റ് ഒരു ഫിസിക്കൽ ടാസ്ക് കൂടി മാത്രമല്ല. എല്ലാ തരത്തിലുള്ള ഗെയിമും കളിച്ചിട്ട് മുന്നേറി വരുന്ന ഒരാളാണ് ജിൻഡോ. അതുകൊണ്ട് തന്നെ പുള്ളിയെ അർഹിച്ചിട്ടുണ്ട്. ജിൻഡോട്ടൻ വിജയിക്കുന്നു നിങ്ങൾ വിശ്വസിച്ചിരുന്ന? ഞാനൊരു ഫസ്റ്റ് 20 days ഒക്കെ ആയപ്പോൾ എനിക്ക് തോന്നിയിരുന്നു കപ്പ് കിട്ടും. എന്നാലും അറിയില്ല. താങ്ക് യു സോ മച്ച്.